ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ക്രിസ്മസ് ഒക്കെ അല്ലേ? എന്താ പരിപാടി? ഇവിടെ ന്യൂസിലാൻഡിൽ എൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓരോരുത്തരും അവരവരുടേതായ തിരക്കിലാണ് കേട്ടോ. അയേണിങ്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഞാൻ താമസിക്കുന്ന വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ എസ്തറ്റിക് ലുക്കിൽ വേണമെല്ലാം എന്ന് കരുതി എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കൊച്ചു നീമ. എൻ്റെ ഹൗസ്മേറ്റാണ്, എൻ്റെ ഫ്രണ്ടാണ്. ടർക്കി ആയിട്ടുണ്ട്. ഓരോരുത്തർ ഓരോ ഫുഡുകൾ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല വൈബിളാണ് കേട്ടോ. എല്ലാവരും ഡ്രസ്സിങ് എല്ലാം സെറ്റാക്കിയാണ്. ഗ്രീൻ, വൈറ്റ് ഓർ റെഡ്. ടർക്കി ഏകദേശം മസാലയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സ് കോർണർ. എല്ലാവരും എത്തുന്നതിന് മുന്നേ ഓരോ സാധനങ്ങളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഓരോ ഐറ്റം. അതാണ് ഞങ്ങളുടെ റൂള്. ഞങ്ങളുടെ ഐറ്റം ടർക്കി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കും. ഓരോരുത്തരായിട്ട് പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യുന്ന വൈബിലാണ്. അപ്പോൾ ഇതാ ഗേൾസിൻ്റെ വക ഒരു ചിയേഴ്സ്. വൈനാണ് കേട്ടോ. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പാർട്ടിക്ക് ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മോഹൻ്റെ പാരൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിൽ മോഹൻ്റെ പപ്പയുടെ ബർത്ത്ഡേയും കൂടിയാണ്. ആൾ മിലിറ്ററിയിലായിരുന്നു. അതുകൊണ്ട് ഒരു മിലിറ്ററി തീം കേക്ക് തന്നെ റെഡിയാക്കാമെന്ന്. ഈ ഒരു ബർത്ത്ഡേ പാർട്ടി സെറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് ഞങ്ങളുടെ സാന്റ വരുന്നത്. ഇതൊട്ടും ഞങ്ങൾ എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. ആൾ തന്നെ ഡ്രസ്സ് കൊണ്ടുവന്ന് ആൾ തന്നെ സെറ്റ് ചെയ്തു. ആൻഡ് അതിൻ്റെ ഒരു വൈബ് അടിപൊളിയാണ്. സാന്റ വന്ന നേരത്ത് ഞങ്ങൾ കേക്ക് മുറിക്കാൻ മറന്നുപോയി. സോ എല്ലാവരും തിരിച്ച് ആ റൂമിലേക്ക് വന്നു. ഇനി കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വക ഒരു ഡാൻസ് എല്ലാവരും കൂടെ. അതെല്ലാം അടിപൊളിയായിരുന്നു. അച്ഛനമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം എല്ലാ മാതാപിതാക്കളും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അബ്രോഡ് വന്ന് അവർ ഒറ്റക്കാണെന്നാണ്. പക്ഷേ അവരുടെ മക്കൾ എത്ര ഹാപ്പിയാണെന്ന് കാണുമ്പോൾ അത് പ്രത്യേകം അവരെടുത്ത് പറഞ്ഞിട്ടോ. അവരുടെ മക്കൾ എത്ര ഹാപ്പിയാണെന്ന് അറിയുമ്പോൾ അവർക്ക് ഒരു തരത്തിലുള്ള ടെൻഷനും ആ നാട്ടിൽ നിൽക്കുമ്പോൾ ഇല്ലയെന്ന്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സൈഡായി തുടങ്ങി. ഫുഡ് അമ്മ മീൻ പൊരിക്കുന്നു. Touch your knees. And no, you have to do like this. Yeah, you have to do like this. Oh, no. Yeah, do like this. Shoulders. Head. Shot. Nino. Shoulders. Head. Shot. അപ്പോൾ ഏകദേശം ഗെയിമൊക്കെ മനസ്സിലായില്ലേ? ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഗെയിംസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ പുതിയ എക്സ്പീരിയൻസ്. ഔട്ട്ഡോർ ഗെയിംസ് കഴിഞ്ഞു. ഇനി ഇൻഡോർ ഗെയിംസ് ആണ്. എല്ലാവരെയും വിളിച്ച് ഉള്ളിലോട്ടിരുത്തി. ഐഷു ആണ് ഈ ഗെയിംസ് എല്ലാം സെറ്റ് ചെയ്തത്. ആൻഡ് ഐഷു കുറേ ടാസ്കുകൾ എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഏതെങ്കിലും തിരഞ്ഞെടുത്ത് അത് ചെയ്യണം. എന്തായാലും ഇതൊരു വഴിക്ക് പോവില്ലെന്ന് മനസ്സിലായി. കാരണം ആക്ഷൻ സോങ്സും പണ്ട് മറന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ചെയ്യുന്നത് പോലെ ഇരുന്നു. അങ്ങനെ ഗെയിമൊക്കെ ഏകദേശം കഴിയാറായി. 1 മണിക്കൂറോളം പോയട്ടോ ഈ ഗെയിംസൊക്കെ. കാരണം 25 പേരോളം ഉണ്ട്. എല്ലാവർക്കും ഓരോ ടാസ്ക് കൊടുത്ത് അഭിനയിച്ചൊക്കെ വരുമ്പോൾ ടൈം എടുക്കുമല്ലോ. ആൻഡ് ഇത് ഭയങ്കര രസമുള്ള ഗെയിംസ് ആയിരുന്നു. ഈ ഗെയിംസൊക്കെ കഴിഞ്ഞ വേറൊരു സംഭവം ഉണ്ട്, സീക്രട്ട് സാന്റ. എല്ലാവരും ഓരോ ഗിഫ്റ്റ് ആയിട്ട് പോകും. ആ ഗിഫ്റ്റുകൾ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ നറുക്കിട്ട് ഓരോരുത്തരുടെ പേരെടുക്കും. ആ പേര് ആരുടെയാണോ കിട്ടുന്നത് അയാൾക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുക്കും.
പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവമുണ്ട്, നമ്മൾ അയാളെ ആക്ട് ചെയ്ത് കാണിക്കും. അതൊരു ചെറിയ ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഇവരെയൊക്കെ 3 മാസത്തെ പരിചയമുള്ളൂ, പക്ഷെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ടൈം എടുക്കും ഇവരായിട്ടൊക്കെ കമ്പനി ആവാൻ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇവരെല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ്. ഞാൻ ഈ വിശേഷമൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എഴുതാനും വായിക്കാനും മറന്ന കാര്യങ്ങളും വരക്കാനും ഒക്കെ മറന്നതൊക്കെ പതിയെ പതിയെ ഓർമ്മിച്ചെടുക്കുകയാണ്. കുറേ പേര് നല്ല കഴിവുള്ളവരാണ്, നന്നായിട്ട് വരക്കും. ഈ കാണുന്നില്ലേ, ഇതൊരു സിനിമ പേരാണ്. എല്ലാവരും ഒന്ന് ഗസ് ചെയ്ത് നോക്ക് എന്തായിരിക്കും. ഞാൻ വോയിസ് വെക്കാനിട്ടാണ്, പക്ഷെ ആള് നന്നായിട്ട് വരക്കുന്നുണ്ട്. Thank you.